कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शनम् रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे ഒരു വലിയ ദേശം. ആ ദേശമെന്ന് പറയുമ്പോൾ 33 കോടി ദേവസാന്നിധ്യവും ഉണ്ടായ ദേശം. അതേത് ദേശമെന്ന് ചോദിച്ചാൽ അതിന് കൊടിയ ഊരെന്ന് പറയേണ്ടി വരും. കൊടിയത് എന്നാൽ വലിയത് എന്നർത്ഥം. കൊടിയ ഊര് എന്ന നാമം പിന്നീട് കൊട്ടിയൂരെന്നായി മാറി. അതോ കൂടിയ ഊര് എന്ന നാമമാണോ കൊട്ടിയൂരായത്? കൂടിയ ഊര് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരുപാട് പേർ കൂടിയത് എന്ന് മാത്രമല്ല, ത്രിമൂർത്തികൾ കൂടിയത് എന്നുകൂടിയാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും മഹാദേവൻ്റെയും സാന്നിധ്യം കൂടിയ ദേശമാണ് കൂടിയ ഊര് അഥവാ കൊട്ടിയൂര്. ഈ കൊട്ടിയൂരിലെ മണത്തണ ഗ്രാമത്തിലൂടെ സഞ്ചരിച്ച നാം കൊട്ടിയൂരിൻ്റെ വിശ്വാസം അധികം കേരളീയർക്കും അറിയുന്നതാണ്. എന്നാൽ അറിയാത്തവർക്കായി പറയുകയാണ്, കൊട്ടിയൂർ എന്നത് യാഗഭൂമിയാണ്. ദക്ഷൻ്റെ യാഗം നടന്ന ഭൂമിയാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിൻ്റെ ശരിയായ നാമം തൃച്ചെറുമന്ന എന്നാണ്. അവിടെ നടന്ന യാഗം, അതായത് ഋഷിമാരെല്ലാം ഒത്തുചേർന്ന് നടന്ന യാഗം പക്ഷേ നടക്കുകയുണ്ടായില്ല. അതിന് കാരണം നമുക്കറിയാമല്ലോ. യാഗത്തിൽ പങ്കെടുക്കുവാൻ ദക്ഷൻ്റെ പുത്രിയായ സതീദേവി പിതാവിൻ്റെ അരികിലേക്ക് എത്തുവാനുള്ള ആഗ്രഹം, ബന്ധുജനങ്ങളുടെ അരികിലേക്ക് എത്തുവാനുള്ള ആഗ്രഹത്തോടു കൂടി, എന്നാൽ ഇഷ്ടമുള്ള പതിയോടൊപ്പം പോയതിൻ്റെ ആ ഒരു ദേഷ്യം ബന്ധുക്കൾക്കുണ്ട് എങ്കിൽ പോലും അത് വകവയ്ക്കാതെ പതിയുടെ അനുവാദം വാങ്ങി. പതിയാണെങ്കിൽ പൂർണ്ണ മനസ്സോടുകൂടി അല്ല അനുവാദം നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിലും അനുവാദം വാങ്ങി, നിർബന്ധം പിടിച്ചിട്ടാണെങ്കിലും അനുവാദം വാങ്ങി വന്ന സതീദേവി നിന്ന പ്രദേശം കൂടിയാണ് മണത്തണയും ചുറ്റുവട്ടത്തുള്ള ഗ്രാമങ്ങളും. അങ്ങനെ സതീദേവിയുടെ മനസ്സിനൊപ്പം നിന്ന്, സതീദേവിയുടെ ആശയക്കുഴപ്പങ്ങൾക്കൊപ്പം നിന്ന്, സതീദേവിയുടെ വേദനകൾക്കൊപ്പം നിന്ന പ്രദേശമാണ് മനസ്ഥണ എന്നറിയപ്പെടുന്ന മനത്തണ. സതീദേവിക്ക് മനസ്താപമുണ്ടായി അത്രേ ഈ സ്ഥലത്തെത്തിയപ്പോൾ. വരേണ്ടിയിരുന്നോ പതിയുടെ അടുത്ത് നിന്ന് എന്ന്. അതുകൊണ്ട് മനസ്താപമുണ്ടായ പ്രദേശം മനസ്താപത്തണ എന്നറിയപ്പെടുകയും പിന്നീട് മണത്തണ എന്നായി മാറുകയും ചെയ്തു. ഇത് കൊട്ടിയൂർ ദേശത്തിൻ്റെ മഹിമയെ അറിയുവാനും അതുമായി ചേർന്ന് നിൽക്കുന്ന മണത്തണയെ അറിയുവാനും കാരണമാകുമ്പോൾ ഇന്ന് നാം ഇവിടുത്തെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആഘോഷങ്ങളും ആചാരങ്ങളും, മണത്തണയെയും കൊട്ടിയൂരിനെയും ബന്ധപ്പെടുത്തുന്ന ആഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും ഒരു വിശദമായ കാഴ്ചയിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ കാഴ്ചകൾ ആരംഭിക്കാം. ആദ്യം ചിന്താമൃതം.
അഖിലം നീ. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഈശ്വര സ്മരണ ഉണർത്തുന്ന വാക്കുകൾ വേണം ആദ്യം പറയാൻ. ഓം നമഃശിവായ എന്നാൽ ശിവമായിട്ടുള്ളതിനെ നമിക്കുന്നു എന്നാണ് അർത്ഥം. ഒരു കൈ ഉയർത്തി ടാറ്റ പറയുമ്പോൾ തമ്മിൽ അകലുകയാണ്. ഇരു കൈകളും ചേർത്ത് തൊഴുമ്പോൾ ഹൃദയങ്ങൾ പരസ്പരം അടുക്കുന്നു. ജഗദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ വാക്കുകളിലൂടെ പരസ്പരം അറിയുന്ന ഹൃദയങ്ങളുടെ സ്നേഹത്തിന്റെ സ്വരഫലത അറിയുവാൻ നമുക്കാകട്ടെ. മണത്തണ എന്ന ഗ്രാമത്തെ അടുത്തറിയുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ നാം ഇവിടെ പറയേണ്ട പ്രധാനമായൊരു കഥയുണ്ട്. അത് കൊട്ടിയൂർ ദക്ഷയാഗത്തിൻ്റെ ഭൂമിയാണ് എന്നുള്ളതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ദിവസം നാം ആരംഭിച്ചത് തന്നെ. അതിന് പ്രത്യേകിച്ച് കാരണമുണ്ടാകുമെന്ന് ഊഹിക്കാമല്ലോ. ദക്ഷയാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസങ്ങളെ അറിയുക എന്നത് തന്നെയാണ് ശ്രമം. നമുക്കറിയാം, ദക്ഷൻ്റെ ഇംഗിതമില്ലാതെ, ദക്ഷൻ്റെ സമ്മതമില്ലാതെയാണ് മഹാദേവനോടൊപ്പം സതീദേവി ജീവിതം തുടങ്ങുന്നത്. ഇഷ്ടപ്പെട്ട പ്രിയനെ തിരഞ്ഞെടുക്കുകയാണ് സതീദേവി ചെയ്തത്. അതിനുള്ള എല്ലാ തടസ്സങ്ങളെയും അവഗണിച്ചുകൊണ്ട് സതീദേവി പ്രിയനിങ്കൽ അല്ലെങ്കിൽ ശിവനിങ്കൽ ചേരുന്നു. അത് കഴിഞ്ഞ് പിന്നീടാണ് അച്ഛൻ കെങ്കേമമായ യാഗം നടത്തുന്നുവെന്ന് അറിഞ്ഞിരുന്നത്. അപ്പോൾ ആ യാഗത്തിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹം തോന്നും. സ്ത്രീകൾക്ക് പെട്ടെന്നത് മനസ്സിലാക്കാനാകും. ഭർത്താവിനോടൊപ്പം ജീവിക്കുമ്പോൾ അച്ഛനെയും അമ്മയെയും കാണണമെന്നും അതുപോലെ സ്വന്തം വീട്ടിലേക്ക് വന്ന് സ്വന്തം ബന്ധുക്കളെ കാണണമെന്നുമുള്ള ആഗ്രഹം തോന്നുമ്പോഴുണ്ടാകുന്ന മനസ്സിലെ ഒരു വിഷമം. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ ഇത്രയും ഗംഭീരമായി 3 ലോകത്തെയും അറിയിച്ചുകൊണ്ടുള്ള യാഗം നടത്തുന്നു എന്ന് പറയുമ്പോൾ സതീദേവിക്ക് അതിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹമായി. അത് മഹാദേവനെ അറിയിച്ചു. മഹാദേവൻ എതിരൊന്നും പറഞ്ഞില്ല എങ്കിലും പൂർണ്ണ സമ്മതം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, പുറപ്പെടാൻ നേരത്ത് മഹാദേവൻ പറയുകയും ചെയ്തു, ദേവിക്ക് ഉചിതമായതൊന്നും അവിടെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കരുത് എന്ന്. എന്നാൽ പോലും ആ യാഗത്തിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ദേവി നേരെ ഗഗനചാരിയായി വന്ന് ആകാശത്ത് വെച്ച് തന്നെ ഭൂമിയിലായ ദക്ഷയാഗത്തിൻ്റെ ആഘോഷങ്ങൾ കണ്ട് സന്തോഷിച്ചു. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ടവൻ തന്നോടൊപ്പം ഇല്ലല്ലോ എന്ന് വേദനിക്കുകയും ചെയ്തു. അങ്ങനെ ദേവി ഭൂമിയിലൂടെ, അതായത് കൈലാസത്തിൽ നിന്ന് ആകാശത്തു കൂടി പറന്ന് വന്ന് ആദ്യം ഇറങ്ങിയ പ്രദേശം നഗരേശ്വരമാണ്. നാം കണ്ട നഗരേശ്വരം ശിവക്ഷേത്രം. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൊട്ടിയൂരിലെ ആചാര സമ്പ്രദായങ്ങളും ആരാധനകളും ഒക്കെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നഗരേശ്വരം ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അന്ന് നഗരേശ്വരം ക്ഷേത്രത്തിൽ വന്ന് ഇറങ്ങിയ ദേവി, നഗരേശ്വരം ക്ഷേത്രപ്രദേശത്ത് വന്നിറങ്ങിയ ദേവി അവിടെ ആഘോഷങ്ങൾക്ക് വേണ്ടുന്ന തയ്യാറെടുപ്പുകളും യോഗങ്ങളും മേളങ്ങളും ഒക്കെ കൂടുന്നത് കണ്ടു. പക്ഷേ ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ദേവി നഗരേശ്വരത്ത് വന്നിറങ്ങി. നഗരേശ്വരത്ത് നിന്ന് വന്നിട്ട് പിന്നീട് യാഗഭൂമിയായ കൊട്ടിയൂരേക്ക് ലക്ഷ്യം വെച്ച് സഞ്ചരിക്കുകയാണ്. ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്താണ് ആ യാഗത്തിൻ്റെ ഇത്രയും കെങ്കേമമായ ഒരുക്കങ്ങളിൽ എന്നെയും എൻ്റെ ഭർത്താവിനെയും മാത്രം എൻ്റെ അച്ഛൻ ക്ഷണിച്ചില്ലല്ലോ എന്ന് ദേവിക്ക് മനസ്താപമുണ്ടായി. ആ മനസ്താപത്തോടു കൂടി ദേവി നടന്ന പ്രദേശമെല്ലാം മനത്തണ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇതാണ് ആ ഒരു ക്ഷേത്രവുമായി അല്ലെങ്കിൽ ദേവിയുടെ ആ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിശ്വാസം. അപ്പോൾ നഗരേശ്വരത്താണ് ദേവി ആദ്യം വന്ന് ഇറങ്ങിയത്. പ്രപഞ്ചശക്തികളുടെ പ്രഭവ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രദർശനം ശരീരത്തിനെ ഊർജ്ജസ്വലമാക്കുന്നു, മനസ്സിനെ നിർമ്മലമാക്കുന്നു. ഓരോ ദേശത്തിന്റെയും സംസ്കാരത്തിന്റെയും ജീവിത രീതികളുടെയും അടിത്തറയാണ് ക്ഷേത്രങ്ങൾ.
ക്ഷേത്രാചാരങ്ങളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും അറിഞ്ഞുകൊണ്ട് പുണ്യവീഥികളിലൂടെ ഒരു പ്രദക്ഷിണം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണിക്ക് പ്രദക്ഷിണം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരു വലിയ വൃക്ഷച്ചുവട്ടിലാണ്. പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വളരെ പഴക്കമുള്ള ഒരു വൃക്ഷം. ഇതിൻ്റെ തറയ്ക്ക് പ്രാധാന്യമുണ്ട്. ഈ തറ അറിയപ്പെടുന്നത് പൂതനാക്കൂൽ തറ എന്നാണ്. പൂതനാക്കൂൽ തറ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ദക്ഷയാഗവുമായും അല്ലെങ്കിൽ സതീദേവി മഹാദേവ സങ്കല്പവുമായും പൂതനയ്ക്ക് എന്താണ് ബന്ധമെന്ന് പെട്ടെന്നൊരു സംശയം തോന്നാം. യഥാർത്ഥത്തിൽ ഇത് പൂതനാക്കൂൽ എന്നല്ല പറയേണ്ടത്, പൂത നമിക്കൽ തറ എന്നാണ് പണ്ടുണ്ടായിരുന്ന പേര്. അത് പിന്നീട് പൂത നമക്കൽ തറ എന്നൊക്കെ അറിയപ്പെടുവാൻ തുടങ്ങി. എന്തായാലും ഇപ്പോൾ അറിയപ്പെടുന്നത് പൂതനാക്കൂൽ തറ എന്ന്. ഈ തറയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സതീദേവി കൈലാസത്തിൽ നിന്ന് മഹാദേവൻ്റെ പകുതി സമ്മതത്തോടു കൂടി ഭൂമിയിലേക്ക് വന്നു എന്ന് പറഞ്ഞല്ലോ, നഗരേശ്വരത്തേക്ക് എത്തി. അപ്പോൾ ശിവയെ പിന്തുടർന്ന്, തങ്ങളുടെ പ്രിയപ്പെട്ട പൃഥ്വിയായ ശിവയെ പിന്തുടർന്ന് ശിവഭൂതഗണങ്ങൾ ഭൂമിയിലേക്ക് വന്നിറങ്ങുകയുണ്ടായി. ശിവഭൂതഗണങ്ങൾ വന്നിറങ്ങിയത് ഈ പ്രദേശത്താണെന്നാണ് പറയുന്നത്. അതായത് ഈ തറയിലാണ് ശിവഭൂതഗണങ്ങൾ വന്നിറങ്ങിയത്. അന്ന് ശിവഭൂതഗണങ്ങൾ വരുന്നത് കണ്ട് യാഗത്തിന് വേണ്ടി തയ്യാറായി നിന്ന ഋഷിമാരെല്ലാം തന്നെ വന്ന് ഇവരെ വളരെ ആതിഥ്യ മര്യാദയോടുകൂടി ശിവഭൂതഗണങ്ങളെ സ്വീകരിക്കുകയുണ്ടായി. ഓം ശ്രീ ഉമാമഹേശ്വരായ നമോ നമഃ. ഓം ശ്രീ ഉമാമഹേശ്വരായ. ഋഷിമാർ ഭൂതഗണങ്ങളെ നമിച്ച തറ ഭൂതനമിക്കൽ തറ എന്നറിയപ്പെടുകയും പിന്നെ പൂതനാക്കൂൽ തറ എന്നായി മാറുകയും ചെയ്തതിൻ്റെ വിശ്വാസങ്ങളെ പറയുമ്പോൾ ഈ പൂതനാക്കൂൽ തറയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലായല്ലോ. കൊട്ടിയൂരിലെ ഉത്സവം ആരംഭിക്കുന്ന ദിവസങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. പ്രക്കൂഴം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നീരെഴുന്നള്ളത്ത്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നെയ്യാട്ടം നടക്കുന്നത്. നെയ്യാട്ടവും കഴിഞ്ഞ് ഭണ്ണാരം എഴുന്നള്ളിപ്പും കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥ വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഈ ഒരു ഭണ്ണാരം എഴുന്നള്ളത്തിന് പൂജയ്ക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ചെല്ലുന്നതിനോടൊപ്പം തന്നെ ചപ്പാരത്തെ ദേവിയുടെ വാൾ കൂടി എഴുന്നള്ളി അവിടെ ചെന്ന് ശക്തി സാന്നിധ്യം കൂടി അവിടെ വന്നിറയുന്നു. അതിനുശേഷം മാത്രമാണ് ഉത്സവം തുടങ്ങുന്നത് എന്നർത്ഥം. അങ്ങനെയുള്ള ഉത്സവത്തിന് ഭണ്ഡാരം എഴുന്നള്ളത്തിനുള്ള ചടങ്ങുകൾ ആരംഭിക്കുമ്പോൾ അതിൽ ഭണ്ഡാരം എഴുന്നള്ളത്തിനുള്ള ചടങ്ങുകളിൽ ആദ്യത്തെ സ്ഥാനം ഈ തറയ്ക്ക് ഉണ്ട്. ഇതിന് പ്രധാനപ്പെട്ടൊരു കാര്യമുള്ളത്, ഈ സമയത്ത് ഒരു ഭഗവതി കോലം കെട്ടി വരാറുണ്ട്. ഭഗവതി എന്ന് പറഞ്ഞാൽ പോതി എന്ന് വിശേഷിപ്പിക്കും. ആ ഭഗവതി കോലം കെട്ടി വരുന്ന സമയത്ത് ആദ്യം വന്ന് ഈ അരയാൽ തറയിലാണ് ഇരിക്കാറ്. ഇരിക്കുകയും കലശം നടത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. പോതി അഥവാ ഭഗവതി കലശം വരുന്നു എന്നാണ് പറയാറ്. ഇങ്ങനെ ദേവീഭാവം വന്നു കഴിഞ്ഞാൽ ദേവീഭാവവും ഈ തറയിലേക്ക് വരാറുണ്ട്. ആ വരവ് ശരിക്കും പറഞ്ഞാൽ ശിവഭൂതഗണങ്ങളാണോ ആ ഭഗവതിയായി വരുന്നത് എന്ന് സങ്കല്പിക്കേണ്ടതുണ്ട്. കാരണം സതീദേവിക്ക് പുറകെ വന്ന ശിവഭൂതഗണങ്ങൾ ഇവിടെ വന്നപ്പോൾ ആദ്യം ഋഷിമാർ ആതിഥ്യമരുളി എന്ന് പറഞ്ഞുവല്ലോ. ആ ആതിഥ്യമരുളി ഋഷിമാർക്ക് ആരാധനകൾ നൽകുന്ന രീതിയിൽ അല്ലെങ്കിൽ ബഹുമാനം നൽകുന്ന രീതിയിൽ ഇന്നും ഇവിടെ യോഗിയൂട്ട് എന്നൊരു ചടങ്ങ് നടത്താറുണ്ട്. സ്വർണ്ണ പെണ്ണാറാക്ക വെള്ളി പെണ്ണാരത്തിന്റെ ആമ്പൽ നീക്കി പുറാക്കണേ പ്രാക്കെ മതാബ് കണ്ടു വെക്കണം. അതേ പ്രാക്ക മണത്താൻ കണ്ടിരിക്കുമ്പോഴേ അതേ പ്രാക്ക മതാബൊക്കെ രക്ഷപതിയായിട്ടൊക്കെ മതാവ് നിലനിന്ന് പോകുന്നതിന് പെല്ലേ വായിച്ചേ. അതേ പ്രാക്ക മതാവിനെ ചൂടി കലാസം ക്ഷണേന പതീനെ പിടിപോലെ ഒക്കെ മതാവ് പാർക്കണം കേൾക്കാക്കെ വിളിക്കുന്ന പ്രാക്കണം. സന്തോഷത്തോടെ ഒക്കെ വാങ്ങി നിൽക്കേണ്ട വിട്ടയക്കേണ്ട വഴി ചൂടും പേട്ടെ വിട്ടയക്കേണ്ട വഴി ഒക്കെ മതാവ് കണ്ടുവച്ചാൽ മതിയല്ലോ. യോഗി ഊട്ടിന് യോഗീഭാവത്തിനെ ആരാധിക്കുമ്പോൾ ഈ യോഗിക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് അനുഗ്രഹങ്ങൾ നൽകുവാനായിട്ടാണ് ഭഗവതി വരുന്നത്, അല്ലെങ്കിൽ പോതി വരുന്നത്, കലശം വരുന്നത്. ആ കലശവും അതുപോലെ തന്നെ മഞ്ഞളിട്ടുള്ള അനുഗ്രഹം നൽകലും ഒക്കെ ഇവിടെ വെച്ചാണ് സംഭവിക്കുന്നത്. ഇത് ഭണ്ണാരം എഴുന്നള്ളത്തിൻ്റെ ആദ്യത്തെ ഒരു ചടങ്ങാണ്. ഈ ഭണ്ണാരം എഴുന്നള്ളത്തിൻ്റെ വിശദമായ ചടങ്ങുകളെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ പറയാം. അതും ഈ ഒരു ദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു അത്രമാത്രം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ആചാരങ്ങളെ കൂടുതൽ വിശദമാക്കാം. അപ്പോൾ ഈ തറയിലാണ് അതിന് പ്രാധാന്യമുണ്ട്. ഈ തറയിൽ ഒരുപാട് ചടങ്ങുകൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്യും.
ഉത്സവ നാളുകളിൽ കൊട്ടിയൂരിൻ്റെ ഉത്സവ ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന പൂജാവസ്തുക്കൾ സൂക്ഷിക്കുന്ന ഭണ്ണാരത്തെക്കുറിച്ച്, ഗോപുരത്തെക്കുറിച്ച് നാം പറയുകയും അറിയുകയും ചെയ്തുവല്ലോ. ആ ഗോപുരത്തിന് കാവലാളായി നിൽക്കുന്ന ഭഗവതിയാണ് കോലധാരിയായി കലശമായി ഭണ്ണാരം എഴുന്നള്ളത്തിൻ്റെ നാളിൽ വരുന്നതെന്നാണ് വിശ്വാസം. അതേത് ഭഗവതിയാണെന്ന് ചോദിച്ചാൽ പറയാനാകില്ല. പക്ഷേ ചപ്പാരത്തെ സപ്തമാതൃക്കൾ സാന്നിധ്യമല്ല അത് എന്ന് മാത്രം പറയാം. കാവലാളായ മറ്റൊരു ഭഗവതിയാണ്. കാരണം ആ കലശം വരുന്നതിന് ചില പ്രത്യേക വിധികളുണ്ട്. പൂതനാക്കോൽ തറയിൽ നിന്ന് പിന്നീട് നമ്മിപ്പോൾ സഞ്ചരിക്കുന്ന വഴിയിലൂടെ ദേവി വരും. ദേവി വന്നു കഴിഞ്ഞാൽ ദേവി ഇങ്ങനെ വരുന്ന സമയത്ത് ആ പ്രത്യേക വേഷമാണ് ദേവിക്കുള്ളത്. കോലധാരിയുടെ ഭാവം വ്യത്യസ്തമായിട്ടുള്ളതാണ്. വന്നു കഴിഞ്ഞാൽ പിന്നീട് നാം ഈ വഴി ചെല്ലുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്ന് എത്തും. അതായത് ഗോപുരം കണ്ട സമയത്ത് നാം പറഞ്ഞല്ലോ, ഒരു വഴി നേരെ ചെന്ന് ഒരു ശ്രീകോവിൽ ആകൃതിയിലേക്ക്, അതായത് ചതുരാകൃതിയിലുള്ള ശ്രീകോവിലുണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെയാവും ഉണ്ടാവുക, അതുപോലെ ഒരു ആകൃതിയിലേക്ക് ചെന്ന് നിൽക്കുകയും അവിടെ നിന്ന് പിന്നീട് കരിങ്കലിട്ടൊരു പാലവും ഉണ്ടെന്ന് പറഞ്ഞുവല്ലോ ഗോപുരത്തിൻ്റെ കാഴ്ച കണ്ട സമയത്ത്. അവിടെ എത്തുമ്പോൾ ദേവി അവിടെ നിൽക്കും. പിന്നെ ദേവി അങ്ങോട്ട് മുന്നിലേക്ക് വരില്ല. പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് ഉച്ചത്തിൽ സമുദായിയെ വിളിക്കും. ആ സമയത്ത് ദേവി ഇവിടേക്ക് വരുമ്പോഴേക്കും സമുദായിയും കൊട്ടിയൂരിലെ അടിയന്തര യോഗത്തിലെ എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ടാവണം എന്നാണ്. എല്ലാം പങ്കുചേരുന്നവരും എല്ലാവരും ഇവിടെ ഉണ്ടാവണം ഗോപുരത്തിൽ ആ സമയത്ത്. അപ്പോഴാണ് ദേവി വരുന്നത്. ദേവി ഇവിടെ വന്നിട്ട് സമുദായി ഭട്ടരെ എന്ന് ഉറക്കെ വിളിക്കും. ഉറക്കെ വിളിക്കുമ്പോൾ ദേവിയുടെ വിളി കേട്ട് അവിടെ നിന്ന് മറുപടി പറയണം. പിന്നീട് ഈ ഒരു ദേവിയും അവിടുത്തെ സമുദായവും തമ്മിൽ ചില സംസാരമുണ്ട്, ചില ആശയവിനിമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഉടനെ തന്നെ സമുദായി അവിടെ നിന്ന് മണാളൻ എന്ന സ്ഥാനീയൻ, മണാളൻ എന്നത് ഇവിടുത്തെ ഒരു അവകാശമുള്ള സ്ഥാനീയനാണ്, മണാളൻ എന്ന സ്ഥാനീയൻ്റെ കയ്യിൽ താക്കോലും കൊടുത്ത് ഇങ്ങോട്ടേക്ക് അയക്കും. താക്കോലും കൊണ്ട് മണാളൻ ഇവിടേക്ക് വന്നാൽ ഈ പ്രദേശത്താണ് ദേവി നിൽക്കുക, ഇതിനപ്പുറത്തേക്ക് ദേവി പിന്നെ വരില്ല. അപ്പോൾ മണാളൻ നേരെ വന്ന് കയ്യിലെ താക്കോൽ ദേവിയെ കാണിക്കുമ്പോൾ ദേവി ആ താക്കോൽ എടുത്ത് ഒന്ന് നോക്കും. നോക്കിയിട്ട് ഈ താക്കോൽ തന്നെയാണോ, താക്കോലിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തും. അത്രേ, എല്ലാം സുരക്ഷിതമാണ് എന്ന് ദേവി ഉറപ്പിക്കുന്നതാണത്. അത് കഴിഞ്ഞ് താക്കോൽ തിരിച്ചു കൊടുക്കുകയും ആവശ്യമുള്ളത് മാത്രം എടുത്തുകൊള്ളൂ എന്ന് കൽപ്പിക്കുകയും ചെയ്യും. മാതാവിന് കൽപ്പിച്ചെങ്കിലും സന്തോഷ മത്സരം മാതാവ് വാങ്ങിച്ചിട്ടേ പ്രാകെ പരമ്പര ഹാലുംപാട്ട് കൽപ്പിച്ച വിഘ്നം കൂടാക്കണം മാതാവ് വാങ്ങിക്കിട്ടതേ പ്രാക്കെങ്കിലും അതേ പ്രാക്ക് പ്രത്യേകിച്ചുള്ള ആരൊക്കെ മാതാവിന്റെ അനുഭവം അതേ പ്രാക്ക് തിരുപ്പി ആരൊക്കെ മാതാവ് കൽപ്പിച്ചൊക്കെ മാതാവ് ഒക്കെ പ്രത്യേകിച്ചുള്ള ആരൊക്കെ സ്വർണ്ണ ഭണ്ണാരം വെള്ളി ഭണ്ണാരത്തിന് അധിപതിയായിട്ട് കാവലായിട്ട് മാതാവ് നിലനിൽക്കുന്നതിന് പില്ലേ നടുവാട് നടത്താൻ സമുദായപ്പെട്ടേ മാതാവ് കൽപ്പിക്കേണ്ടതേ പ്രാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധ കുറഞ്ഞു പോകും. അതേ പ്രാക്ക് കൊണ്ട് കൽപ്പിക്കാതെ പ്രാക്ക് സന്തോഷം കൂടി. സർക്കസ് ഉണ്ട്, സ്കിറ്റ് ഉണ്ട്. ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക്. ദേവി വന്നു നിൽക്കുന്ന ഈ പ്രദേശത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കൊട്ടിയൂർ ക്ഷേത്രത്തിലെ അടിയന്തരക്കാർ ഈ പ്രദേശത്ത് വരെ വന്നു ഈ കരിങ്കൽ പാലം കടന്ന് ഇക്കരയ്ക്ക് വരുന്നതിന് മുൻപ് ഈ പാടത്ത് തന്നെ ഒരു വശത്തൊരു കറുകക്കുളമുണ്ടത്രേ. ആ കറുകക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് നേരെ ഇവിടെ വന്ന് ഈ തറയിലിരുന്ന് പിതൃക്കൾക്ക്, അതായത് ഇങ്ങോട്ട് കടക്കുന്നതിന് മുൻപ് അവിടെ ഇരുന്ന് പിതൃക്കൾക്ക് ബലി അർപ്പിക്കുകയാണെങ്കിൽ ആ പിതൃക്കൾക്കെല്ലാം സകല മോക്ഷവും അടയുമെന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ പിതൃക്കൾക്ക് ബലിയും അർപ്പിച്ചതിന് ശേഷമാണ് അടിയന്തരക്കാർ ഇങ്ങോട്ടേക്ക് പ്രവേശിക്കാവൂ. ഭഗവതി അവിടം വരെ, കലശം അവിടം വരെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അവിടം വരെ നിൽക്കുന്ന കലശം പിന്നെ ഇങ്ങോട്ട് വരാറില്ല. ഈ കലശം തിരികെ പോകും. തിരികെ പോയി തൊട്ടരികിലുള്ള മറ്റൊരു ദേവീ ക്ഷേത്രത്തിൽ പോയിരിക്കുകയും അവിടെ ചെന്ന് അവിടുത്തെ കാരണവർക്ക് യോഗത്തിൽ പങ്കെടുക്കുവാനുള്ള, ഇവിടേക്ക് വരുവാനുള്ള അവകാശം, കൊട്ടിയൂർ ഉത്സവത്തിൽ പങ്കെടുക്കുവാനുള്ള അധികാരവും അവകാശവും ഒക്കെ നൽകുകയും ചെയ്യും. അത് വേറെ ചടങ്ങാണ്. പക്ഷേ ഈ കലശം ഇവിടെ നിന്ന് പോയതിനു ശേഷം മാത്രമാണ് മണത്തണയിലെ പ്രധാന ക്ഷേത്രമായ, പ്രധാന ദേവീ ക്ഷേത്രമായ ചപ്പാരം എന്നറിയപ്പെടുന്ന സപ്തമാതൃപുരമുണ്ട്.
സപ്തമാതൃപുരത്തിൽ സപ്തമാതൃക്കളും സാന്നിധ്യമാകുന്നു എന്നാണ് വിശ്വാസം. മണത്തണയുമായി, അതായത് കൊട്ടിയൂരിലെ മണത്തണയെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ സാന്നിധ്യമാണ് ചപ്പാരത്തെ സപ്തമാതൃക്കളുടേത്. ആ സപ്തമാതൃക്കൾ ക്ഷേത്രം വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലെ വാള്, അവിടെ നിന്ന് 3 വാളുകൾ എഴുന്നള്ളി വരും. 3 വാളുകൾ എഴുന്നള്ളി ഇവിടേക്ക് എത്തേണ്ടതുണ്ട്. ആ എത്തിക്കഴിയുമ്പോഴാണ് ഭണ്ണാരം എഴുന്നള്ളത്തിനുള്ള ചടങ്ങുകൾ പൂർത്തിയാകുന്നത്. അങ്ങനെ ഇവിടുന്ന് കലശം പോയി കഴിഞ്ഞാൽ പിന്നീടാണ് വാളെഴുന്നള്ളത്ത് നടത്തുന്നത്. ഈ ദേവിയുടെ അനുവാദം വാങ്ങിക്കഴിഞ്ഞാൽ ഭണ്ണാരം തുറക്കും. പിന്നെ വാളെഴുന്നള്ളി നേരെ ഇവിടേക്ക് വരികയും ചെയ്യും. नागेन्द्रहाराय त्रिलोचनाय भस्माङ्गरागाय महेश्वराय नित्याय शुद्धाय दिगम्बराय तस्मै नकाराय नमः शिवाय. കലശത്തിൻ്റെ അനുവാദം വാങ്ങിക്കൊണ്ട് മണാളൻ നൽകുന്ന താക്കോൽ ഉപയോഗിച്ച് ഭണ്ണാരം തുറക്കണമെങ്കിൽ അതിനു മുൻപ് സപ്തമാതൃപുരത്തെ വാളെത്തണമെന്നാണ് വിശ്വാസം. 3 വാളുകൾ അവിടെ നിന്ന് എഴുന്നള്ളി വരുമ്പോൾ അതിൽ ഒന്ന് സപ്തമാതൃക്കളെ പ്രതിനിധാനം ചെയ്യുന്നത്, 7 മാതാക്കളെയും പ്രതിനിധാനം ചെയ്യുന്ന വാളാണെന്നാണ് വിശ്വാസം. എന്നാൽ മറ്റൊന്ന് 3-ൽ 1 വാള് കൊടുങ്ങല്ലൂർ ഭഗവതിയാണ് എന്നും വിശ്വാസമുണ്ട്. അപ്പോൾ ശക്തേയ സമ്പ്രദായത്തിൻ്റെ ശക്തി സാന്നിധ്യം അത്രമാത്രം. സപ്തമാതൃക്കളും കൊടുങ്ങല്ലൂർ ഭഗവതിയും പിന്നെ ശക്തി സ്വയവും ഓരോ വാളുകളിൽ ഏറി വരുന്നു. അങ്ങനെ 3 വാളുകൾ ഇവിടേക്ക് വരുന്നു എന്ന് വിശ്വാസം. ആ 3 വാളുകളും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഭണ്ണാരം തുറക്കലായി, ആവശ്യമുള്ള വസ്തുക്കൾ എടുക്കലായി, തിരിച്ച് ഭണ്ണാരം എഴുന്നള്ളത്ത് തിരിച്ചു പുറപ്പെടലായി. കാവലാളായി എഴുന്നള്ളി വരുന്ന ദേവത കോലമഴിച്ച് മടങ്ങിപ്പോകുമ്പോഴേക്കും ചപ്പാരം ക്ഷേത്രത്തിൽ നിന്ന് 3 വാളുകൾ ഗോപുരത്തിലേക്ക് എഴുന്നള്ളിയെത്തും. 7 ഇല്ലക്കാർ ഭണ്ഡാരയറ തുറന്ന് സ്വർണ്ണക്കുടവും വെള്ളിക്കുടവും തിരുവാഭരണങ്ങളും പൂജാപാത്രങ്ങളും പുറത്തേക്കെടുക്കുമ്പോൾ അതിലൊന്ന് സ്പർശിച്ച് സായൂജ്യമടയാൻ കാത്തുനിൽക്കും ഭക്തജനങ്ങൾ. കണക്കപ്പിള്ള ഭണ്ണാരം കണക്ക് നോക്കി നിജപ്പെടുത്തിയ ശേഷം മുഖമണ്ഡപത്തിലേക്ക് കൊണ്ടുവന്ന് ഈ വസ്തുക്കളെല്ലാം പൂജിച്ച് പിന്നീട് സഘോഷം ഭണ്ഡാരം എഴുന്നള്ളത്ത് പുറപ്പെടും. രാത്രികാലത്തെ ഈ യാത്ര മണത്തണ നിവാസികൾക്ക് എല്ലാം എപ്പോഴും ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. ഭണ്ണാരം എഴുന്നള്ളത്ത് ഗണപതിപ്പുറത്ത് എന്നൊരു സ്ഥലത്തേക്കെത്തും. അവിടെ ഭണ്ണാരങ്ങളെല്ലാം നിശ്ചിത സ്ഥാനങ്ങളിൽ ഇറക്കി വെക്കണം എന്നാണ് ആചാരം. ഗണപതിപ്പുറത്ത് പ്രത്യേകതരം പൂജാവിധികളാണ് ഉള്ളത്. ഈ പൂജാവിധികളെല്ലാം കഴിഞ്ഞ് ഗണപതി പ്രസാദവും കഴിച്ച് അർദ്ധരാത്രിയോടുകൂടിയാണ് പിന്നീടുള്ള യാത്ര ആരംഭിക്കുന്നത്. ആ യാത്ര പിന്നീട് ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രഭൂമിയിലേക്ക് എത്തിച്ചേരും. വൈശാഖ മഹോത്സവത്തിന് മാത്രം തുറക്കുന്ന അക്കരക്കൊട്ടിയൂരിന് നേരെ എതിരെ വാവലിപ്പുഴയ്ക്ക് ഇക്കരയായുള്ള ക്ഷേത്രമാണ് ഇക്കരക്കൊട്ടിയൂർ. കൊട്ടിയൂർ ക്ഷേത്ര ദർശനം ആഗ്രഹിക്കുന്ന ഭക്തർക്ക് ഈ വനത്തിലേക്ക് വന്നാൽ വർഷത്തിൽ എല്ലാ നാളും ഇക്കരക്കൊട്ടിയൂരിൽ തൊഴാനാകും. ഇക്കരക്കൊട്ടിയൂരിൽ ഈ സമയം മുതിരേരിവാളും എഴുന്നള്ളി വന്നിട്ടുണ്ടാകും. വയനാടൻ മലനിരകളിൽ നിന്നാണ് മുതിരേരിവാൾ എഴുന്നള്ളി വരുന്നത്. ദേവീ സാന്നിധ്യം വാളിലാണ് എന്ന് സങ്കല്പിക്കുമ്പോൾ വയനാട് നിന്ന് 30-35 കിലോമീറ്ററോളം ഒരാൾ ഒറ്റയ്ക്ക് നടന്നും ഓടിയും ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന മുതിരേരി വാൾവരവ് എന്ന ചടങ്ങ് കേരളീയതയുടെ മഹാപുണ്യത്തെ വിളിച്ചറിയിക്കുന്ന ഒരാചാരം തന്നെയാണ്. ഇങ്ങനെ മുതിരേരി വാൾ ഇക്കരക്കൊട്ടിയൂർ എത്തിക്കഴിഞ്ഞ് ചപ്പാരം ശ്രീ ഭഗവതിയുടെ 3 വാളും പരമേശ്വരന്റെയും ശ്രീപാർവതിയുടെയും ബലിബിംബങ്ങളുമായി ഭണ്ണാരം അക്കരയ്ക്ക് എഴുന്നള്ളിക്കുന്നു. ഈ യാത്ര കഴിഞ്ഞ് പിറ്റേന്ന് പ്രഭാതം മുതലാണ് ഭക്തർക്ക് വൈശാഖ മഹോത്സവത്തിന്റെ ആഘോഷങ്ങളും ആചാരങ്ങളും കാണുവാൻ അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശിക്കാനാകുന്നത്. ഇന്നിപ്പോൾ വൈശാഖ മഹോത്സവം ആരംഭിച്ച് 11 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. എന്നാലും കൊട്ടിയൂരിലെ ഓരോ ചടങ്ങുകളും വിശേഷങ്ങളും
വീണ്ടും വീണ്ടും പറഞ്ഞാൽ മാത്രമേ അതിനുള്ളിൽ ഉറഞ്ഞു നിൽക്കുന്ന പ്രകൃതിഭാവത്തെ നമുക്കറിയാനാവുകയുള്ളൂ. ഇതുമാത്രമല്ല, കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തരും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കൊട്ടിയൂർ ദർശനം പൂർത്തിയാകണമെങ്കിൽ സപ്തമാതൃപുരം എന്നറിയപ്പെടുന്ന ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലും മഹാവിഷ്ണു സാന്നിധ്യമാകുന്ന ശ്രീ കുണ്ടേൻ മഹാവിഷ്ണു ക്ഷേത്രത്തിലും യാഗത്തിന് പങ്കെടുക്കാനെത്തിയ സതീദേവി ആദ്യം വന്നു എന്ന് വിശ്വസിക്കുന്ന നഗരേശ്വരം ശിവക്ഷേത്രത്തിലും കൂടി ദർശനം നടത്തിയിരിക്കണം. മാത്രമല്ല, മണത്തണ എന്ന ഗ്രാമത്തെ അറിഞ്ഞുകൊണ്ട് കൊട്ടിയൂർ പെരുമാൾക്ക് തിരുസന്നിധിയിലേക്ക് എത്തുമ്പോഴാണ് ഈ യാത്രയും ദർശനവും അതിന്റെ കൂടുതൽ പുണ്യത്തിലേക്ക് എത്തുന്നത്. മന്ദാകിനി സലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ മന്ദാര പുഷ്പ ബഹുപുഷ്പ സുപൂജിതായ തസ്മൈ മകാരായ നമഃ ശിവായ. शिवाय गौरी वदनाब्जवृन्द सूर्याय दक्षाध्वरनाशकाय श्रीनीलकण्ठाय वृषध्वजाय तस्मै शिकाराय नमः शिवाय. वसिष्ठ कुम्भोद्भव गौतमार्य मुनीन्द्र देवार्चित शेखराय चन्द्रार्क वैश्वानर लोचनाय तस्मै वकाराय नमः शिवाय.